പ്രചോദനമായി സ്വീകരിച്ച് അതിജീവനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി അവർ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉന്നതമായ സേവനങ്ങളിലൊന്നായ സിവിൽ സർവീസിൽ പ്രവേശിച്ചു. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ മുഖ്യാതിഥിയായി നമ്മുടെ ഒപ്പം ചേരുന്ന ഡോക്ടർ ആതിര സുഗതൻ മാഡത്തിന് ഹൃദയം നിറഞ്ഞ സ്വാഗതവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. നന്ദി. നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു മാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ജ്യോതി മാം അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ. ഇനി നമുക്ക് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് സൈനുദ്ദീൻ സാറാണ്. സൈനുദ്ദീൻ സാർ സ്വാഗതം ചെയ്യുന്നു. സൈനുദ്ദീൻ സാർ കേൾക്കാമോ? ഓക്കെ, സൈനുദ്ദീൻ സാർ ചേർന്നിട്ടില്ല തോന്നുന്നു. ഓക്കെ, നമ്മുടെ 666 ദിവസത്തെ പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. എനർജൈസസ് ഹബ്ബ് കഴിഞ്ഞ 666 ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മോർണിംഗ് സെഷൻ, എല്ലാ ദിവസവും നമ്മൾ നടത്തുന്ന സൗജന്യമായിട്ടുള്ള മനഃശാസ്ത്ര ബേസിസിലുള്ള മനഃശക്തി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പ്രോഗ്രാം 666 ദിവസം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും നമ്മുടെ മനഃശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വലിയ തോതിലുള്ള വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഈ 666 ദിവസത്തെ യാത്ര തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ച കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുല്യമായ പ്രതിഭകൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അതിനെ തിരിച്ചറിയാനും അതിനെ മനസ്സിലാക്കാനും അവർക്ക് ജീവിതത്തിൽ മുന്നേറാനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് എനർജൈസസ് ഹബ്ബ് ഈ ഒരു മുന്നേറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം 7 ആളിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ സെഷൻ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ നിന്നും ഇന്ന് നിരവധി മണിക്കൂറുകൾ നമ്മൾ ക്ലാസ്സുകളായിട്ട് നൽകി നിരവധി ആളുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ആ അർത്ഥത്തിലുള്ള ഒരു എളിയ തുടക്കത്തിൽ നിന്നും ഈ രൂപത്തിലുള്ള ഒരു യാത്രയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത് നിരന്തരമായിട്ട് ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നതാണ് നമ്മൾ നൽകുന്ന സന്ദേശം. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് പുതുതായിട്ട് കുറെ ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുന്നുണ്ടാവും. അപ്പം അവരോട് എനിക്ക് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പറയാനുള്ളത്, ഇത് ഒരു യാത്രാ സംഘമാണ്. മനഃശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നമ്മൾ മനഃശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഓരോ ദിവസവും നിങ്ങളുടെ ചെവിയിൽ വന്ന് ഇങ്ങനെ പറയുകയും, അതുമാത്രമല്ല വെറും ക്ലാസ് മാത്രമല്ല, ഇതിലൂടെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ടും ആളുകളിൽ മാറ്റം വരുത്തുക, ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇവിടെ ക്ലാസ് കേൾക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല ഇത്. ക്ലാസ് കേൾത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിന് ചാലഞ്ച് രൂപത്തിലുള്ള വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ചാലഞ്ചുകൾ നമ്മൾ വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ചാലഞ്ചുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത് റീഡിംഗ് ഹാബിറ്റ് ചാലഞ്ച് നമ്മൾ പൂർത്തീകരിച്ചു. നമുക്ക് അതേപോലെ തന്നെ ലൈറ്റ് സർക്കിൾ എന്ന് പറയുന്ന ഡെയിലി ചെയ്യാൻ പറ്റുന്ന 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെയിലി ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. വിവിധ സമയങ്ങളിലായി 7 മണിക്ക് മുമ്പ് 6 മണി മുതൽ വ്യത്യസ്തമായ സമയങ്ങളിലായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സ് നമ്മൾ സെറ്റ് ചെയ്തു. ആളുകളെ മനഃശാന്തിയിലേക്കും മനസ്സമാധാനത്തിലേക്കും സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥയിലേക്കും ഒക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ് ആക്കിയിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാനും, അത് 7ഓളം ഗ്രൂപ്പുകളിലായിട്ട് 150-150ലധികം ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് എനർജൈസസ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആഘോഷവേളകളിലൊക്കെ
സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉന്നതിയിൽ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തികളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയും അവരുടെ ജീവിതകഥ നമ്മൾ കേൾക്കുകയും അവരുടെ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി ആണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ആതിര സുഗതൻ IAS ആണ് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും വ്യക്തിയുടെ വിശദമായിട്ട് പരിചയപ്പെടുത്തും. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അവരുടെ ഇച്ഛാശക്തിയും അവരുടെ നിശ്ചയദാർഢ്യവും അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോയപ്പോൾ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ആ ഒരു സ്റ്റോറി നമുക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ആ രീതിയിൽ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ നേടാനായിട്ട് സാധിക്കുമെന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു അനുഭവം അവരിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ വേണ്ടി വന്ന എല്ലാ ആളുകളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. നിങ്ങൾ ആദ്യാവസാനം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കൂടി ഒരു സിവിൽ സർവീസ് ഓഫീസറോട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കൂടി, വളരെ പരിമിതമായ സമയമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ നമുക്കിത് പൂർത്തീകരിക്കണം. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ കൂടെയുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുള്ള അവസരം കൂടെ ഉണ്ടാകും. കാരണം അത്ര ഡെപ്ത് നോളജ് ഉള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നമുക്ക് ഈ ഒരു ഈവനിങ് വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനും ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും എല്ലാവരുടെ ജീവിതത്തിലും വലിയ മുന്നേറ്റം നടത്തുവാനും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങൾ കേൾക്കണം. അവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. അതിലെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾ കേൾക്കണം. എനർജൈസസ് ഹബ്ബുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെ എന്നല്ല, അത് നിങ്ങളുടെ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നടത്താനായിട്ട് സാധിക്കും എന്ന് സാന്ദർഭികമായിട്ട് നിങ്ങളെ ഉണർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഗസ്റ്റ് എത്തിച്ചേർന്നിട്ടുണ്ട് തന്നെ മനസ്സിലാക്കുന്നത്. സൈനുദ്ദീൻ സർ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട് സംസാരിക്കണം. സൈനുദ്ദീൻ സർ എത്തിയോ? ഓക്കെ, ആതിര മാം എത്തി. താങ്ക് യു വെരി മച്ച്. ആതിര മാം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. വെൽക്കം മാം, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് പ്രോഗ്രാമിന്റെ മറ്റു നടപടികളിലോട്ട് നമുക്ക് കടക്കാം. നമുക്ക് ഗസ്റ്റിനെ പരിചയപ്പെടുത്തുന്നത് സിബോർജുവ സാറാണ്. അദ്ദേഹത്തെ ഗസ്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഓൾ മെമ്പേഴ്സ്. പ്രത്യേകിച്ച് രാശി സാർ, അതേപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ ആതിര സുഗതൻ IAS. എന്റെ വീടിന് സമീപത്തു നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. നമ്മൾ ക്ഷണിച്ചപ്പോ തന്നെ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു, പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രചോദനമായി മാറിയത്. കാരണം നമ്മുടെ എനർജൈസ് ഹബിനെ കുറിച്ച് അവർ ചെറിയ രൂപത്തിലൊക്കെ അവരെ പരിചയപ്പെടുത്തി. അപ്പൊ അതിനുശേഷം അവർക്ക് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുകയാണ്. പിന്നെ കൂടുതൽ പറയാൻ നമുക്ക് കൃത്യമായിട്ട് അവരുടെ ആ ഒരു ജീവിത അതിജയിച്ച കഥകൾ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി അവരെ വായ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു രീതി ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം അത്രയും പ്രയാസകരമായ ഒരു ജീവിത കഥയാണ്. കാരണം ഞാൻ ഈ കഥകളൊക്കെ കേട്ട സമയത്ത് എൻ്റെ മനസ്സിൽ വല്ലാതെ സങ്കടം വന്നിരുന്നു. കാരണം എൻ്റെ മോൾക്കാണ് ഈ അനുഭവമെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയിരുന്നു. കാരണം അവിടെ സങ്കടത്തിന്റെയും ഇത് നമ്മളൊക്കെ അറിയപ്പെടുന്നത് ഇപ്പൊ IAS കിട്ടിയതിന് ശേഷമാണ്. അതിന് മുമ്പേ ഉള്ള അവരുടെ ജീവിതം കുറെ കാലങ്ങൾ തന്നെ അവര് ഒരു ഭാഗത്ത് അളർന്നുകൊണ്ട് ഇനി ജീവിതത്തിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അവരുടെ മാതാവും പിതാവും നിശ്ചലരായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മനഃശക്തിയോടുകൂടി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നൊരു കുട്ടിയാണ് നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന ഈ ആതിര സുഗതൻ. കാരണം അവര് ആ ഒരു BDS പഠിക്കുന്ന സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അതിനെപ്പറ്റിയൊക്കെ അവർ പറയും. പിന്നെ അതിനുശേഷം മാസങ്ങൾ എടുത്തു. പിന്നെ അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്തു. ചുരുക്കി പറയുകയാണ്. അതിനുശേഷമാണ് IAS പിന്നെ സിവിൽ സർവീസിലേക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതും നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചു. കാരണം
അങ്കിൾ ഒരിക്കലും നിങ്ങളെ ഒരു ഫീൽ ചെയ്തുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്. നമുക്കൊരു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് നൽകും. ആ ഒരു മനസ്സാണ് എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. അപ്പൊ നമ്മള് ശരീരം എന്തായാലും മനസ്സിന്റെ ശക്തി വലുതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ ആ ലക്ഷ്യത്തിന് പ്രതിസന്ധികൾ നമ്മളെ മുന്നിൽ ഇങ്ങനെ പലതും ഉണ്ടെങ്കിലും അത് ഉയർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് അതിരാസുഖം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൽ ഒരിക്കലും തോൽക്കാത്തവർ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, അവരെ ഒരിക്കലും തോൽപ്പിക്കാനും കഴിയില്ല. ആ ഒരു തിയറിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ആതിരയോട് നമുക്ക് സംവദിക്കാം. അതിന് നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആതിര മോൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോ നമുക്ക് അതിലേക്ക് കിടക്കാം. റാഷിദ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഈ ഒരു ജീവിത കഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് അങ്ങനെയാണ്. ഞാനൊരു മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്ററാണ്. എന്നിരുന്നാലും ആ മനഃശക്തി കുറവുള്ള ഒരാളായിരുന്നു. ആ മനഃശക്തി ആർജിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുന്നത് കൊണ്ടും ഒരു സ്ഥിരം ആളായി മാറാൻ എനിക്ക് കഴിയട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഡോക്ടർ ആതിര ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. മോർ പവർ ടു യു ആതിര സുഗത മാം. വളരെ സന്തോഷം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ. നമുക്ക് ആതിര സുഗതൻ മാമിന്റെ സ്പീച്ച് കേൾക്കാം, സംസാരം കേൾക്കാം, അനുഭവം കേൾക്കാം. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അവരുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. തീർച്ചയായിട്ടും മാമിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്. എല്ലാവരും മോർ പവർ ടു യു ആതിര മാം എന്ന് ടൈപ്പ് ചെയ്യുക. വെൽക്കം മാം. താങ്ക് യു വെരി മച്ച്. മാം ഓക്കെയാണ്, സംസാരിക്കാം. പ്രിയപ്പെട്ട എനർജീസ് ഹബിന്റെ കുടുംബാംഗങ്ങൾക്ക് എന്റെ നമസ്കാരം. പിന്നെ നിങ്ങൾ ഈ 666 ദിനാഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പേരൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടല്ലോ, ഇപ്പൊ ഓൾറെഡി പറഞ്ഞു. ഞാനിപ്പോ ഡോക്ടർ ആതിര സുഗതൻ. ഞാനിപ്പോ ഇക്കഴിഞ്ഞ UPSC സിവിൽ സർവീസ് എക്സാമിന് ഓൾ ഇന്ത്യ റാങ്ക് 483 സെക്യൂർ ചെയ്തു. എനിക്കിപ്പം എന്റെ ജീവിതം വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്, നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിലും നമുക്കൊരു മനഃശക്തി ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത് എന്റെ ജീവിതം തന്നെയാണ്. 2016 ഞാൻ BDS ബാംഗ്ലൂരിൽ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് റോഡ് ആക്സിഡന്റ് ആയി. ഞാൻ ബൈക്കിന്റെ പിന്നിലായിരുന്നു ഇരുന്നത്. അപ്പൊ ഹമ്പിന്റെ മുകളിൽ ബൈക്ക് സ്കിഡായിട്ട് ഞാൻ തെറിച്ച് വീഴായിരുന്നു. അങ്ങനെ ബീച്ചിൽ എനിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഹെഡ് ഇഞ്ചുറി പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ. അങ്ങനെ 2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോ രക്ഷിക്കാൻ പറ്റില്ല, ഡെത്ത് കൺഫേം ആണ്. അങ്ങനെ കൂടെയുള്ള ഫ്രണ്ട്സ് വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് അവർ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാഷ്വാലിറ്റിയിൽ വെച്ചപ്പോൾ ജസ്റ്റ് ഒരു ഫിംഗർ മൂവ്മെന്റ് ഉണ്ടായി. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മാം, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ അങ്ങനെ വെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. ഹെഡ് ഇഞ്ചുറി ഉണ്ടായപ്പോ എനിക്ക് അപ്പൊ അച്ഛൻ, അമ്മ, എന്റെ അനിയത്തി ഇവർ 3 മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞു ആദ്യം എനിക്ക് ആരും ഓർമ്മയില്ല. പിന്നെ അമ്മ കുറെ മോളെയും എന്നൊക്കെ വിളിച്ച് അങ്ങനെയാണ് പിന്നെ കുറച്ചൊക്കെ അമ്മേനെ ഓർമ്മയായി. പക്ഷെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു 2 ഇയേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ആക്സിഡന്റ് കഴിഞ്ഞ് 2 മന്ത്സ് ഞാൻ വീട്ടിലെത്തിയപ്പോ എന്റെ ഒരു റൂംമേറ്റ് എന്നെ വിളിച്ചു. ഓക്കെ ഒരു റൂംമേറ്റ് എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ആദ്യം എക്സാം പാസ്സായിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ എന്ത് എക്സാമോ പാസ്സായി? അപ്പൊ പറഞ്ഞു ഇങ്ങനെ BDS ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, ഡെന്റൽ. അപ്പൊ ഞാൻ ഡെന്റൽ എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് എത്ര പല്ലുണ്ടാവും ഞാൻ ആലോചിച്ചു. അപ്പൊ 32 എന്നുള്ള നമ്പർ പോലും ഇപ്പൊ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു ഈ BDS പഠിച്ചിട്ട് ഈ നമ്പർ പോലെ ഒരിക്കലും ഓർമ്മയില്ല. ഇനിയപ്പോ എനിക്കിത് പഠിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഡോക്ടർ ആവാനാ പഠിച്ചത്, ഇതാവാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ആയിരുന്നു. പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 2 മന്ത്സ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്നും കാണാനില്ല. പിന്നെ എന്നെ സിമ്പതി കാണിച്ചുകൊണ്ട് കുറെ ആൾക്കാർ, അതുവരെ ഞാൻ കാണാതെ നെയ്ബേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും കുറെ ആൾക്കാർ വന്നിട്ട് അവരൊക്കെ കരഞ്ഞിട്ട് കാലൊക്കെ തൊട്ടിട്ട് പാരലൈസ്ഡ് ആയിരുന്നു ഞാൻ.
സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായിട്ട്. അപ്പൊ കാല് തൊട്ടിട്ട് മോളെ ഇവിടെ തൊട്ടാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹെഡ് ഇഞ്ചുറി പറ്റുന്നുണ്ട്, മെമ്മറി ലോസ് ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ വന്ന് എന്റെ അടുത്ത് ചോദിക്കും, മോൾ എന്നെ ഓർമ്മ ഉണ്ടോന്ന്. കുറെ ആൾക്കാർ വന്ന് ചോദിക്കും ഓർമ്മ ഉണ്ടോന്ന്. ആദ്യം എനിക്ക് കൂടെ ഒരു മടുപ്പ് തോന്നിയിട്ട് ഞാൻ ആൾക്കാരെ ചിലപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ആരും ഓർമ്മയില്ല. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു ഷോക്ക് പോലെ ആയിരുന്നു. അപ്പൊ ഭയങ്കര ഡിപ്രഷനൊക്കെ ആയിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എന്നെ എന്റെ അനിയത്തി അമ്മയും അച്ഛനും ഒന്നും തള്ളി വിട്ടിട്ടില്ല കേട്ടോ. അത് ഒരുപാട് എനിക്ക് അവരുടെ സപ്പോർട്ട് അവർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാം ഇങ്ങനെ ഒരു റൂമിൽ തന്നെ, എന്റെ റൂമിൽ നിന്ന് എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങില്ലായിരുന്നു. ആദ്യം ഞാൻ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല, സിറ്റിംഗ് ഒന്നും ഓക്കെ അല്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വെല്ലൂരൊക്കെ പോയപ്പോഴാണ് സിറ്റിംഗ് ഓക്കെ ആയത്. പക്ഷെ അവിടെ പോയപ്പോൾ അവിടെ ഒരു നേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോ ത്രൂ ഔട്ട് വീൽ ചെയറിൽ തന്നെ ആയിരിക്കും ലൈഫ് ലോങ്. അപ്പൊ ഇനി അച്ഛൻ്റെ അടുത്ത് വീടിന്റെ അടുത്തൊരു ഫാൻസി സ്റ്റോർ എന്തെങ്കിലും ഇട്ട് തരാൻ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ. ആദ്യം റൂംമേറ്റ് പറഞ്ഞു ഇനിയിപ്പം ഡോക്ടർ ആവാനാ പഠിച്ചത്, അപ്പൊ ഡോക്ടർ ആവാൻ പഠിച്ചത് നമ്മൾ ഫാൻസി ഇട്ട് ഇരിക്കുകയാണോ, അങ്ങനത്തെ ഒക്കെ കുറെ തോട്ട്സ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒന്നുമില്ല. അച്ഛനും അമ്മയ്ക്ക് ജോലി LIC ഏജന്റ് ആണ്. അവരും അനിയത്തിയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീട്ടില്. അപ്പൊ ഞാൻ ആലോചിക്കും ഇനിയിപ്പോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇനിയിപ്പോ ലൈഫ് ലോങ് ഞാൻ ഇവിടെ ഇതേപോലെ ഇരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ആലോചിച്ചു ഓക്കെ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, എനിക്ക് ഇപ്പൊ BDS ആണെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എനിക്ക് അപ്പോഴാണ് വരുന്നത്. പക്ഷെ BDS കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഒന്നും അറിയില്ല. ഈ എത്ര പല്ലുണ്ടാവുന്ന 32 നമ്പർ പോലും എനിക്ക് ഓർമ്മയില്ല. അത് ഓർമ്മയില്ലാതെ ഇനി ഞാൻ ഫൈനൽ ഇയറിൽ പോയിട്ട് ഞാൻ എന്താ കംപ്ലീറ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ ചെയ്തത് എന്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എന്റെ അടുത്തുള്ള ബുക്സ് ഒക്കെ ഞാൻ എടുത്തു. പിന്നെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ ബുക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് 1.5 കൊല്ലം കൊണ്ട് ഞാൻ ആ 3 വർഷത്തെ പഠിച്ചെടുത്തു, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ. പക്ഷെ അത് പഠിക്കാൻ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ചിലപ്പോൾ നമ്മൾ കുറച്ച് പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയാവും, എന്നാലും ഞാനത് പഠിച്ചെടുത്തു. അങ്ങനെ പഠിച്ചെടുത്തിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഞാൻ BDS കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഫൈനൽ ഇയർ ചെയ്തു, ഇന്റേൺഷിപ്പ് ചെയ്തു, അങ്ങനെ ഡോക്ടറായി. അപ്പൊ എനിക്ക് വലിയൊരു സമാധാനമായി. എനിക്കിത് നമ്മൾ ഓക്കെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു, എനിക്ക് എന്നെ തന്നെ ഒരു കോൺഫിഡൻസ് ആ BDSലാണ് വന്നത്. അതിന്റെ റിസൾട്ട് അറിയുമ്പോൾ ഞാൻ റൂമിലിരുന്ന് കരയായിരുന്നു. കാരണം എനിക്കപ്പോ ഓർമ്മ വന്നത് ഞാനപ്പം ആ ഒരു കൊല്ലം ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. താങ്ക് യു. നമ്മളപ്പം ഓരോ പേഷ്യൻസിനെ നോക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവിടെ അതിന്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു, ഒരു കെയർ ടേക്കർ വെച്ചിട്ടായിരുന്നു. അപ്പൊ 1 ഇയർ മൊത്തം തന്നെ ഞാൻ തന്നെയാണ് നോക്കിയത്. വീൽ ചെയറിലായിരുന്നു ഞാൻ കോളേജിലേക്ക് പോകുന്നതൊക്കെ. അപ്പൊ ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഞാനത് തോന്നിയിട്ടുണ്ട്. എന്റെ അച്ഛനെ പിന്നെ ഞാൻ അറിയിച്ചിട്ടില്ല. കാരണം അവർക്ക് ഞാനിപ്പം വിഷമിക്കുകയാണെങ്കിൽ അവർക്കത് വിഷമാവും. അപ്പം ആദ്യത്തെ എനിക്ക് സങ്കടമുള്ള ഞാൻ കരയുന്നത് കണ്ട് അവരിരുന്ന് കരയും അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് എന്റെ വിഷമങ്ങളൊന്നും പിന്നെ ഞാൻ ആരെയും അറിയിച്ചില്ല. എനിക്കൊരു ഇതുണ്ട്, എന്റെ ചുറ്റുപാടുള്ളവർ ഹാപ്പി ആയിരിക്കണം, അപ്പൊ ഞാനും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നവർ, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനെ പിന്നെ BDS ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വന്നു. അപ്പൊ കോവിഡ് ടൈം ആയിരുന്നു. പക്ഷെ അപ്പം BDS കഴിഞ്ഞിട്ട് എനിക്ക് MDS ചെയ്യണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് പുറത്തെവിടെയെങ്കിലും പോയി ചെയ്യണമെന്ന്. കാരണം നമുക്കിപ്പം ഔട്ട്സൈഡ് ഇന്ത്യ പോകുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ വീൽ ചെയർ ആക്സസിബിലിറ്റി ഉണ്ടാവും. ഇവിടെ നാട്ടിൽ വന്നപ്പോൾ എനിക്കൊരു സിനിമ കാണാൻ ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ 10 വർഷമായിട്ട് ഇപ്പൊ ഈ ലാസ്റ്റ് 9 വർഷമായപ്പോഴാണ് ഞാൻ ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടത്. കാരണം ഇവിടെ വീൽ ചെയർ ആക്സസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഈ 9ാമത്തെ കൊല്ലാണ് ഞാൻ കോഴിക്കോട് ഹൈലൈറ്റിൽ പോയിട്ട് സിനിമ കണ്ടത്. അവിടെയുള്ളൂ വീൽ ചെയർ ആക്സസിബിലിറ്റി. അപ്പൊ എനിക്ക് അതേപോലെ വീൽ ചെയറിന് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെ ഔട്ട്സൈഡ് ഇന്ത്യ പോവാന്ന് ഞാൻ ആലോചിച്ചത്. അപ്പൊ അവിടെ ആകുമ്പോൾ നമുക്ക് വീൽ ചെയർ ആക്സസിബിലിറ്റി ഒന്നും പ്രോബ്ലം അല്ലായിരുന്നു. ഇങ്ങനെ ഞാൻ MDS ചെയ്യാൻ അബ്രോഡ് എവിടെയെങ്കിലും പോവാന്നിട്ട് പ്ലാനിൽ ഇരിക്കുന്ന ടൈമിലാണ് കോവിഡ് വന്നത്. പിന്നെ ഒന്നും ഇനി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ ഞാനൊരു NGOയിൽ വർക്ക് ചെയ്തു. അങ്ങനെ ആ NGO ഒരു വളണ്ടിയർ ആയിട്ട്, ആ വളണ്ടിയർ എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ആയിട്ടുള്ള എന്നെ പോലെ ഇപ്പം PWD ഡിസേബിൾ ആയിട്ടുള്ള ഡിസബിലിറ്റി കാറ്റഗറിയിലുള്ള കുറച്ച് ആൾക്കാർ, അങ്ങനെ അവർ വളണ്ടിയർ ആയിട്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അവർക്ക് ഇപ്പൊ നമ്മൾക്ക് ഫിനാൻഷ്യലി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ NGO ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ ആണെങ്കിലും ഇപ്പൊ വീൽ ചെയർ അങ്ങനത്തെ എന്തെങ്കിലും അസിസ്റ്റീവ് ഡിവൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്റെ അടുത്ത് ഒരുപാട് കംഫർട്ടബിൾ ആണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അവർ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അവർ പറയാതെ തന്നെ എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ എന്റെ ആക്സിഡന്റ് മുന്നേ ഞാൻ കാണാത്ത പല കാര്യങ്ങളും ആക്സിഡന്റിന് ശേഷം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എന്നെ പഠിപ്പിച്ചത് എന്റെ വീൽ ചെയർ ആണെന്ന് തോന്നുന്നത്. ആദ്യത്തെ എന്റെ ഒരു മെന്റാലിറ്റി ആയിരുന്നില്ല ഈ ആക്സിഡന്റിന് ശേഷം എനിക്കുള്ളത്. ഇവര് പല കാര്യങ്ങളും ഞാൻ കാണാത്തത് എനിക്ക് പുതിയതായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയൊരു സർക്കിളിലായിരുന്നു ഒരു വർക്ക് ചെയ്തത്, ആ ഒരു PWD കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഒരു വൈഡായിട്ട് എനിക്ക് ചെയ്തുകൂടാന്നുള്ളത്. അങ്ങനെയാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്റെലേക്ക് വരുന്നത്. അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിന് പറ്റിയൊരു മീഡിയം ഈ സിവിൽ സർവീസ് ആയിട്ട് ഞാൻ ഇനി എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോട്ട് എനിക്ക് വരുന്നത് ഇതേപോലുള്ള ആൾക്കാരായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്തിട്ടാണ്. അങ്ങനെ അപ്പൊ ഞാനത് ഓക്കെ ഇനി സിവിൽ സർവീസ് പഠിക്കാന്നുള്ളൊരു
ഇതിലേക്ക് ഒരു മെന്റാലിറ്റിയിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും എന്റെ മുന്നിൽ കുറെ ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതൊരു കാൻഡിഡേറ്റിനെയും പോലെ എനിക്കിത് പഠിക്കാൻ പറ്റില്ല. കാരണം പാരലൈസ്ഡ് ആയതുകൊണ്ട് എനിക്ക് കുറെ നേരം ഇരിക്കാൻ പറ്റില്ല. കാരണം കുറെ നേരം ഇരുന്നാൽ തന്നെ കാല് തൂക്കിയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് കാലിന് നീര് വരും. അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇരുന്ന് പഠിക്കാൻ എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും എന്റെ ബോഡി ഇതിനെ എന്നെ സമ്മതിക്കില്ല. കാരണം കുറെ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. പിന്നെ എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് നമുക്ക് അതിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനും പറ്റില്ല. അപ്പൊ ഞാനൊരു 2 hours ഇരുന്ന് പഠിക്കുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ, പിന്നെ ഇരുന്ന് പഠിക്കാനേ പറ്റാത്തൊരവസ്ഥയാവും. പക്ഷെ അപ്പൊ ഞാൻ കുറച്ചു നേരം കിടക്കും. അപ്പൊ അമ്മ ചീത്ത പറയും, കാലിന് നീര് വരുമ്പോൾ കുറച്ചു നേരം കിടക്ക്, എന്നിട്ട് പഠിക്കാന്നുള്ളത്. മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും എന്റെ ഈ ബോഡി എന്നെ സമ്മതിക്കാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ ഇതെനിക്ക് തുടക്കത്തിൽ എനിക്ക് കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുന്ന അവിടുന്ന് എനിക്ക് കുറെ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തു. ഞാൻ ഒരു ബെൽറ്റ് യൂസ് ചെയ്യും. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് എൻ്റെ അടുത്ത് സാറ് ഒരിക്കലും ബെൽറ്റ് യൂസ് ചെയ്യരുത്, അത് അത്ര നല്ലതല്ലാന്ന്. പക്ഷെ എനിക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽറ്റ് ഞാൻ യൂസ് ചെയ്യാം. ബെൽറ്റ് യൂസ് ചെയ്താൽ കുറെ നേരം സ്റ്റഡി ആയിരിക്കുമ്പോൾ നമുക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും. പക്ഷെ സ്റ്റാർട്ടിങ് 1 year മൊത്തം ഞാൻ ആ പെയിൻ സഹിച്ചു. പക്ഷെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ആ ബെൽറ്റ് സ്ലോലി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ശീലമായിട്ട് വന്നു. പക്ഷെ പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റി. പിന്നെ എൻ്റെ അടുത്ത് പറയുന്നു, ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഇപ്പം ഡേ ടൈം പകൽ സമയം മൊത്തം ട്രീറ്റ്മെന്റ് ആയിരിക്കും, രാത്രി ഉറക്കളിച്ചിരുന്ന് ഇങ്ങനെ പഠിക്കരുത്, അപ്പൊ നിനക്ക് ട്രീറ്റ്മെന്റ് ഒരു അത്ര വിചാരിക്കുമ്പോൾ എഫക്റ്റീവ് ആവില്ല എന്നുള്ള. അപ്പൊ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, ഒന്നെങ്കിൽ നീ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഈ സ്റ്റഡീസോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നീ സെലക്ട് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ളത്. അപ്പൊ ഞാൻ ഓക്കെ, എനിക്ക് ആദ്യത്തെ മെയിൻസ് കിട്ടിയില്ല, പ്രിലിംസ് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു, സാറോട് തന്നെ പറഞ്ഞു ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാണ്, എനിക്ക് ഇനി ഇപ്പം പ്രിലിംസ് കിട്ടി, മെയിൻസ് കിട്ടിയില്ല, ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാണ്, എനിക്ക് സ്റ്റഡീസ് മതി എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ കൊല്ലം ഈ 25 ഞാൻ മൊത്തമായിട്ട് ഒരു 1 year മൊത്തം ഞാൻ സ്റ്റഡീസിന് വേണ്ടി കൊടുത്തു. അതുകൊണ്ടാണ് എനിക്ക് UPSC ഇപ്പം ഈ 483 റാങ്ക് എനിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ള, എനിക്ക് എന്റെ ഓരോ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്, ഓരോ ചലഞ്ചസ് വന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസിലൊക്കെ എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ഈ സിറ്റുവേഷൻസ് നമ്മൾ ഒരിക്കലും നമ്മളെ ഡ്രീംസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനോ നമ്മളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണേ നിങ്ങൾ സ്വപ്നം കാണും, പക്ഷെ ഈ സ്വപ്നം കാണുന്ന വെറുതെ ആവരുത്. അതൊക്കെ ഈ സ്വപ്നങ്ങൾ നിങ്ങൾ നടപ്പാക്കണം. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്റെ മെന്റൽ സ്ട്രെങ്ത് തന്നെയാണ്. നമുക്ക് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ചലഞ്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ സത്യമാണ്. പിന്നെ ഇപ്പൊ നിങ്ങളിപ്പം ഓക്കെ, ഈ 666 ദിവസം നിങ്ങളിപ്പോ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നപ്പോ നിങ്ങളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, ഓക്കെ ഇനി നിങ്ങൾക്ക് എത്ര ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്. ഓക്കെ, ഇനിയും ഇതേപോലെ ഈ എനർജീസ് അഭിനയം ഇതേപോലെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പ്രകാശമാവാൻ കഴിയട്ടെ ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അറിയണം, എന്റെ യാത്രയെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കാം. ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവർ നേടിയെടുത്ത കാര്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമാണ്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യുക, ഓരോരുത്തരായിട്ടും ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഇതുവരെയുള്ള ഹാൻഡ് റൈസിങ് എല്ലാവരും ഓഫ് ചെയ്യാണ്. നിങ്ങൾ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. സംസാരിച്ചോളൂ. ഹലോ, മോർ പോസിറ്റീവ് മാം. വളരെ നല്ല ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. ലൈഫ് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒറ്റ കാര്യം, ഫ്യൂച്ചർ എന്താണ് മാം ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ വലിയ താല്പര്യമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ എന്റെ പ്രിഫറൻസ് ഞാൻ കൊടുത്തത് IAS ആണ്. അപ്പൊ എനിക്ക് ഇതേപോലെ ഈ ഒരു കമ്മ്യൂണിറ്റി, ഡിസേബിൾ കമ്മ്യൂണിറ്റിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ IAS തന്നെയാണ് എന്റെ പ്രിഫറൻസ്. അതെടുത്തിട്ട് കുറച്ചുകൂടി സോഷ്യൽ സർവീസ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത്. ഇനിയിപ്പോ സർവീസ് അലോക്കേഷൻ ഏത് സർവീസ് കിട്ടാന്ന് അറിയില്ല. ചിലപ്പം IAS അല്ലെങ്കിൽ IFS ഫോറിൻ സർവീസ് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. പക്ഷെ എനിക്ക് IAS ആണ് ഞാൻ കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് കിട്ടിയിട്ട് എനിക്ക് സൊസൈറ്റി സെർവ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം.
താങ്ക് യു ആതിര സുഗതൻ മാം. വളരെ സന്തോഷകരമായ ഒരു സഹായമാണ് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ആതിര സുഗതൻ മാം നൽകിയിട്ടുള്ളത്. അവരുടെ ജീവിതം അവർ പറയുകയായിരുന്നു. സാധാരണ വളരെ ബുദ്ധിപരമായി മുന്നോക്കം പോകുന്ന ആളുകൾ, വളരെ സാമ്പത്തികമായി വലിയ നിലയിലുള്ള ആളുകൾ, വളരെ ആരോഗ്യപരമായി സുരക്ഷിത സ്ഥിതിയിലുള്ള ആളുകൾ, ഒരു പ്രയാസവുമില്ലാത്ത വലിയ വലിയ ആളുകൾ, എക്സാം എഴുതി ഒരു നിലയിലും പാസ്സാവാൻ കഴിയാത്ത ഒരു എക്സാമാണ്, സർവീസിലാണ് അവര് ഉള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഏതൊരു പ്രതിസന്ധിയെയും ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ട് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പ്രയാസവും നമുക്ക് നേരിടേണ്ടി വരില്ല, എല്ലാം മറികടക്കാൻ കഴിയും എന്നാണ് അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. വളരെ സന്തോഷകരമായ ഒരു സഹായമാണ് അവർ തന്നിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള 2-3 സംഗതികൾ എന്റെ മനസ്സിനെ വല്ലാതെ വലിച്ചു കളഞ്ഞിട്ടുണ്ട്. അവർ BDS എടുത്തുകൊണ്ട് എക്സലൻസ് കഴിഞ്ഞതിന് ശേഷം സ്വന്തം വായിൽ എത്ര പല്ലുകളുണ്ട് എന്നറിയില്ലാത്ത ഒരു സാഹചര്യം, അത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇനി നിങ്ങൾക്ക് വീടിനടുത്ത് ഒരു ചെറിയ കട വെച്ചുകൊണ്ട് ഫാൻസി ഷോപ്പ് തുടങ്ങാം എന്ന് നഴ്സിംഗ് സ്റ്റാഫ് പറയുന്ന ഒരു സാഹചര്യം. അതൊക്കെ ഡോക്ടറാവണം എന്നാഗ്രഹിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വെല്ലുവിളിയായി അത് നമ്മുടെ മുന്നിൽ വന്നു. ആ വെല്ലുവിളിയൊക്കെ എന്തുമാത്രം ധീരമായി തരണം ചെയ്തു. വലിയ നടുവേദന വന്നിട്ട് ബെൽറ്റ് ഇടപ്പോൾ ഡോക്ടർ പറയുകയാണ്, ബെൽറ്റ് ഇടരുത്, ബെൽറ്റ് ഇട്ടാൽ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അതിന് പ്രയാസം സംഭവിക്കും. പക്ഷെ ബെൽറ്റ് പ്രിഫർ ചെയ്യാണ്. കാരണം എനിക്ക് എൻ്റെ മുമ്പിലുള്ളത് എൻ്റെ ലക്ഷ്യം നേടുക എന്നതാണ്. എൻ്റെ ഗോളിലേക്ക് ഞാൻ എത്താൻ ബെൽറ്റ് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് നിർത്തേണ്ടി വന്നാൽ എന്തു ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ് എന്ന അർത്ഥത്തിലാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മനക്കരുത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്ക് ആണ് അവരെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സായാഹ്നത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കിട്ടിയതിൽ, ഇങ്ങനെ ഒരു അതിഥിയെ നമുക്ക് മുമ്പിൽ, അത്ഭുതകരമായ ഒരു അതിഥിയെ നമുക്ക് മുമ്പിൽ എത്തിച്ചു തന്ന പ്രപഞ്ച സൃഷ്ടാവിനോട് നന്ദി പറയുകയാണ്. നമുക്കറിയാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഒരു പ്രതിസന്ധിയും ഇല്ലാതിരുന്നിട്ടും നേടാൻ കഴിയാത്ത വലിയ നേട്ടത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. ഇപ്പോ സിവിൽ സർവീസിൽ ഏതു മേഖല തിരഞ്ഞെടുക്കണം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെയൊക്കെ കുട്ടികൾ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള വിദ്യാർത്ഥികൾ, നമ്മുടെയൊക്കെ പരിസരത്തുള്ള വിദ്യാർത്ഥികൾ, അവരൊക്കെ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മേഖലയിൽ അവരെത്തിയെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്കും എല്ലാം ലക്ഷ്യം ഉണ്ടാവുകയും ആ ലക്ഷ്യത്തിലേക്ക് വലിയ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയും അതിലൊരു സംശയവും ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ ലക്ഷ്യം നേടുന്നതിന് ഒരു പ്രതിസന്ധിയും അവരുടെ മുമ്പിൽ ഉണ്ടാവില്ല, എല്ലാം വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ കഴിയും എന്ന വലിയ ഒരു സന്ദേശമാണ് നമുക്ക് തന്നിട്ടുള്ളത്. താങ്ക് യു മാം. ഈ സായാഹ്നം ഞങ്ങളോടൊപ്പം സജീവമാക്കിയതിന് ഞങ്ങൾ കൂടുതൽ ഏത് കാലത്തും നന്ദിപൂർവ്വം സ്മരിക്കുന്നു താങ്കളുടെ ഈ സായാഹ്നത്തെ, ഞങ്ങൾക്ക് സന്തോഷപ്രദമായി തന്ന ഈ സായാഹ്നത്തെ കുറിച്ച്. താങ്ക് യു. സർ, താങ്ക് യു. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യുക. കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, നിസാം അഹമ്മദ് സർ സംസാരിച്ചോളാം. ഹലോ, സംസാരിച്ചോളൂ. കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ് മാം. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല്, ഇപ്പോ മൊത്തം നമുക്ക് എന്താ പറയുക, നോർമൽ PSC എക്സാംസ് അതുപോലെ ചെറിയ എക്സാംസ് വരെ വളരെ സ്റ്റാൻഡേർഡൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ തന്നെ നമ്മൾ നോർമൽ PSC എന്നൊരു സിവിൽ സർവീസ് പണ്ടത്തെ ഒരു സിവിൽ സർവീസിന്റെ സ്റ്റാൻഡേർഡിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു സമയത്തും ഒരു സിവിൽ സർവീസ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് അല്ലെങ്കിൽ അതിലേക്ക് താല്പര്യമുള്ള ആ ഒരു മേഖലയിലേക്ക് താല്പര്യമുള്ള കുട്ടികളോട് മാമിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് കാൻഡിഡേറ്റ്സിനോട് പറയാനുള്ളത്, നമ്മളൊരു കാര്യം എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ
നമ്മൾ അതിൽ കൺസിസ്റ്റൻസി ആണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. സ്ഥിരത നമ്മൾ അതിലേക്ക് നേടിയെടുക്കും എന്നുള്ളത് അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി പോകരുത്. പല കാര്യങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ എയിം ചെയ്ത കാര്യം തന്നെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ നമുക്ക് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ അതിലേക്ക് നടന്നെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില ആസ്പിറൻസ് ഉണ്ടാവും, അവർ ഇപ്പം ഓക്കെ ജോയിൻ ചെയ്തിട്ട് പിന്നെ പകുതി വെച്ചിട്ട് ഓക്കെ കല്യാണം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ജോലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ സ്റ്റോപ്പ് ചെയ്ത് പോകും. കൺസിസ്റ്റൻസി ആണെങ്കിൽ എന്ത് പ്രിപ്പറേഷനിലും നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഇന്നത്തെ മോർണിംഗ് സെഷൻ അതുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നുള്ളത് ഒരു യാദൃശികതയാണ്. മാം പറഞ്ഞിരിക്കുന്ന കൺസിസ്റ്റൻസിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയത്തിന്റെ മൂലാധാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. മോർ പവർ ടു യു. താങ്ക് യു മാം. ഫൈസൽ പൊൽത്തടി സർ സംസാരിച്ചു. ഫൈസൽ സർ. All of you, good evening. Ma'am, very good evening. ഗുഡ് ഈവനിങ്. ജീവിത ഗന്ധിയായ അല്ലെങ്കിൽ വല്ലാത്ത അനുഭവത്തിലൂടെ കുറച്ച് സംസാരിച്ചപ്പോൾ വല്ലാത്ത ഒരു നേരത്തെ സുബർബ സാർ പറഞ്ഞ പോലെ തന്നെ വല്ലാത്തൊരു ചൂടുള്ള അനുഭവമായി അത് മനസ്സിലേക്ക് എത്തി. താങ്ക് യു സോ മച്ച്. മോർ പവർ ടു യു. ഒറ്റ ചോദ്യം, ഈ ഇന്റർവ്യൂ വലിയൊരു കടമ്പയാണ് എന്ന് IAS ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു ഡിസേബിലിറ്റിയുടെ ഭാഗമായി തന്നെ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്തപ്പം എന്തായിരുന്നു അനുഭവം ഒന്ന് ബ്രീഫ് ചെയ്താൽ. ഈ സിവിൽ സർവീസിന് 3 സ്റ്റേജ് ആണ്, പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിനെ പറ്റി ഒരു തെറ്റായിട്ടുള്ള ധാരണ ഇരുന്നു. എനിക്ക് ആദ്യം കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡിഫിക്കൽട്ട് ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്റെ ഈ 3 സ്റ്റേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ മോക്ക് ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്കൊരു പേടിയായിരിക്കും, ഓക്കെ അങ്ങനെയായിരിക്കും ബോർഡ്. പക്ഷെ അത് നമുക്ക് എൻജോയ്ലി ഡിഫറെന്റ് ആണ് നമ്മൾ UPSC ബോർഡ് വരുന്നത്. കാരണം നമ്മളൊരു വീട്ടിൽ ഇപ്പൊ നിങ്ങൾ ആരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ മോക്ക് ഇന്റർവ്യൂ സിവിൽ സർവീസിന്റെ? അത് നോക്കി ഇപ്പൊ മുന്നിൽ കുറെ ആൾക്കാർ ഇരുന്നിട്ട് അവർ ഫയർ ചെയ്യുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ UPSC ബോർഡ് അങ്ങനെയല്ല. ഒരു ടേബിളിന്റെ ചുറ്റും നമ്മൾ വീട്ടിലിരിക്കില്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ആൾ ഇരിക്കും, നമ്മളും കൂടെ ഇരിക്കും. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സംഭാഷണം ഉണ്ടാവില്ലേ, അതേപോലെയായിരുന്നു എനിക്ക് ഇന്റർവ്യൂ ഫീൽ ചെയ്തത്. 5 മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക, 5 ആൾക്കാർ 5 ക്വസ്റ്റ്യൻ വീതം നമ്മളത് ചോദിക്കും. അവർ ഫസ്റ്റ് നമ്മൾ നല്ല കംഫർട്ട് ആക്കി വെച്ചിട്ടാണ് ചോദിക്കാം. എൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നെ അവർ എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ എനിക്ക് കുറച്ചുകൂടെ നല്ല ഇമോഷണൽ ആയിട്ട് പറയാൻ പറ്റി. ഞാൻ എന്റെ അനിയത്തിനെയാണ് പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാന്ന് നമുക്ക് ചോദിച്ചു. അപ്പൊ ഞാൻ അനിയത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ എനിക്ക് ഈ ആക്സിഡന്റ് പറ്റിയപ്പം ആക്സിഡന്റ് മുന്നേ ആള് സൈക്കോളജി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അപ്പൊ എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പം അനിയത്തി BSc നഴ്സിംഗ് എടുത്ത് എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നഴ്സായിട്ട് ആൾ എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് നഴ്സിംഗിലേക്ക് വന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവർക്ക് കുറച്ചുകൂടി ഒരു ഇമോഷണൽ കുറച്ചുകൂടി കണക്ട് ആയിട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഈ നമ്മളുടെ ഇതിനെ പറ്റി ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് വെച്ചിട്ട് നോർമൽ ഒരു PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരാള് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പൊ നമ്മള് ഗവൺമെന്റിന് അവർക്ക് കിട്ടുന്ന ഹെൽപ്പ് ഞാൻ പറഞ്ഞു അവർക്കൊന്നും കിട്ടണില്ല, അവർക്ക് അത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അതിൽ നമ്മൾക്ക് എന്തൊക്കെ സൊല്യൂഷൻ ചെയ്യാൻ പറ്റുക, എന്താ കിട്ടാത്തത്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ നമ്മളുടെ ഈ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ എനിക്ക് എന്തുകൊണ്ടും ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിസ്റ്ററുടെ പേരൊന്ന് പറയാമോ? അനഘ സുഗതൻ. ഓക്കെ, താങ്ക് യു. അനഘ സുഗതൻ എന്നാണ് പേര്. അനഘ എന്ന് എല്ലാവരും MPTY അനഘ, മോർ പവർ ടു യു അനഘ എന്നൊന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക. കാരണം അത്രയും സപ്പോർട്ടീവ് ആയിട്ട് കൂടെ നിന്ന ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നത്. അതോടൊപ്പം തന്നെ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ഈ ചോദ്യത്തിന് ഉത്തരം സഹായിച്ചു എന്നുള്ളതാണ്. മാമിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യാം, നമുക്ക് ചോദിക്കാൻ അവസരം നൽകും. ജമീല മാം ചോദിച്ചോളൂ. Hello, ma'am. Good evening. ഗുഡ് ഈവനിങ്. First of all, congratulations. താങ്ക് യു. ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇപ്പൊ മാം പറഞ്ഞല്ലോ മാമിന്റെ ആഫ്റ്റർ ആക്സിഡന്റ് ആ ജേർണി വന്നിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. മാമിന് നമ്മുടെ ഇതിന്റെ എണ്ണം പോലും കറക്റ്റ് ഓർമ്മയില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞാലും ഒരു മൊമെന്റ് എത്തുന്ന സമയത്ത് നമ്മൾ മെന്റലി ഡൗൺ ആവാനുള്ള ചാൻസസ് കൂടുതലല്ലേ.
ആ ഒരു സമയത്ത് മാം എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്? അതെ, മെന്റലി ഡൗൺ ആകുമ്പോൾ ഞാനിപ്പോ ചെയ്യുന്നത് ഒരു ബ്രേക്ക് എടുക്കും. പഠിച്ചിട്ട് ഓക്കെ ഇല്ലെങ്കിൽ ഒരു പ്രിലിംസ് കഴിഞ്ഞിട്ട് അത് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഡൗൺ ആവും, പക്ഷെ ഞാനൊരു ബ്രേക്ക് എടുക്കും. അപ്പം ഞാൻ എന്റെ പാരന്റ്സ്, ഞാൻ പുറത്തേക്കൊന്നും അങ്ങനെ പോവാറില്ല. ഈ പ്രിപ്പറേഷനിൽ വന്നേരെ ഈ 4 വർഷമായിട്ടും പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് എന്റെ അച്ഛന്റെയും അമ്മേന്റെയും അമ്മൂന്റെയും കൂടെ സ്പെൻഡ് ചെയ്യുക ചെയ്യാം, അമ്മൂന്റെ സിസ്റ്റർ. അപ്പം പിന്നെ എനിക്ക് കൂടുതൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ. എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ഞാൻ ഈ വീൽ ചെയർ മോഡലിംഗ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഷോസ് ചെയ്യും. അപ്പൊ എനിക്കത് കൂടുതൽ ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ പഠിത്തം കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 1 വീക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വീൽ ചെയർ മോഡലിംഗ്, നമ്മൾ റാമ്പിൽ വീൽ ചെയർ എടുത്തിട്ട് പോകുന്ന റാമ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത്, അത് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ, അപ്പം പിന്നെ നമ്മളെല്ലാം വിട്ടിട്ട് പിന്നെ കുറച്ചുകൂടി ഹാപ്പി ആവും. അതെനിക്ക് ഒരുപാട് ഈ പ്രിപ്പറേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മെന്റലി വീക്ക് ആകുമ്പോൾ ഞാൻ ഷോസ് ചെയ്യും. അതാണ് എന്നെ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യം. താങ്ക് യു മാം. മോർ പവർ ടു യു. ഞാൻ മാമിന്റെ ഇന്റർവ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം നേരെ കാണുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു സംസാരിക്കണമെന്ന്. നമുക്കൊന്ന് അച്ഛനെ കുറിച്ചൊന്ന് പറയുന്നു. അച്ഛനെ കുറിച്ചും രസകരമായ ഒരു കഥയാണല്ലോ അത്. അതെ അതെ, എന്റെ അച്ഛൻ നിങ്ങൾക്ക് അറിയായിരിക്കും, കേളുക്കുട്ടി മാസ്റ്റർ. അച്ഛനാണ് എനിക്ക് എന്റെ എക്സാമിന്റെ സമയത്ത്, ഇപ്പൊ അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രിലിംസിന് ഞാൻ പോകുമ്പോൾ അച്ഛനെ വിളിച്ചിട്ട്, അച്ഛ രാവിലെ പോകുമ്പോൾ ഞാൻ വിളിക്കും, അച്ഛ അനുഗ്രഹിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അച്ഛൻ പറയും, അച്ഛൻ ഒരു സഖാവാണ്, കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പം പറയും അനുഗ്രഹിക്കൊന്നുമില്ല, ഞാൻ എപ്പോഴും അതിനെപ്പറ്റി വിചാരിക്കും. അങ്ങനെ അച്ഛൻ അങ്ങനെ അങ്ങനെ അത്ര വലിയ ദൈവവിശ്വാസി അങ്ങനെയൊന്നുമില്ല, സഖാവാണ് ആള്. അപ്പൊ അതിന്റെ എല്ലാ ഇതും ഉണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അടുത്ത റിസൾട്ട് വന്നിട്ട് ഞാൻ അച്ഛനെ വിളിക്കും, പ്രിലിംസ് കഴിഞ്ഞിട്ട്. അച്ഛാ കിട്ടിയിട്ടില്ല അങ്ങനെ പറയും. പക്ഷെ പറയും അതൊന്നുമില്ല, ഇനി അടുത്ത നോക്കിക്കൂടെ, ഇരുന്ന് പഠിച്ചോ. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് അച്ഛൻ. പിന്നെ എന്റെ അച്ഛനാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. ഞാൻ എന്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് ചെയ്തോട്ടെ, ഞാനിപ്പോ ഒക്കെ പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ, ഇനി പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട. എന്റെ അടുത്ത് ഞാൻ കുറെ നേരം രാത്രിക്ക് ഇങ്ങനെ ഉറങ്ങാതെ ഒരു 4 മണിക്കൂറൊക്കെ എനിക്ക് ഉറങ്ങിയാൽ മതി. അപ്പൊ അച്ഛൻ 2 മണിക്കൊക്കെ വന്ന് നോക്കുമ്പോൾ ഞാൻ പഠിക്കായിരിക്കും. അപ്പൊ എന്റെ അടുത്ത് പറയും മോൾ ഇനി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ പറയും. അപ്പൊ അച്ഛൻ ഞാൻ അങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ അച്ഛന് വിഷമം തോന്നും. എന്നിട്ട് അച്ഛൻ രാത്രി തന്നെ എനിക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുതരും. അച്ഛനും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയും എല്ലാവരും, എന്റെ ഫാമിലിയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ. കാരണം നമ്മുടെ ഫാമിലി ഇപ്പൊ ഓക്കെ നമുക്ക് അത് പറ്റില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ തോന്നും ഫാമിലി തന്നെ നമുക്കൊരു സപ്പോർട്ട് ഇല്ല, പിന്നെ നമ്മൾ അതിൽ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും സൂപ്പർ പവർ ഒന്നും വരും നമുക്ക് വിചാരിക്കാനില്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്റെ അച്ഛൻ, അമ്മ, അമ്മു, പിന്നെ എന്റെ അച്ഛനും കൂടിയാണ്. താങ്ക് യു. ജ്യോതി മാം സംസാരിച്ചു. ഗുഡ് ഈവനിങ് മാം. ഈ ഹെൽത്തും പിന്നെ നമുക്ക് പിന്നെ പഠിത്തവും ഇത് തമ്മിലൊരു ചോയ്സ് ഉണ്ടായ ഒരു നിമിഷം ഉണ്ടായിരുന്നു. അപ്പം അത് ചൂസ് ചെയ്തപ്പം ഹെൽത്ത് എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നോ? അതുണ്ട്. ആ ട്രീറ്റ്മെന്റിന് ഇപ്പൊ നമ്മൾ സ്പൈനൽ കോഡ് ഇഞ്ചറി നമ്മൾ ടൈം എടുത്താൽ പിന്നെ നമുക്ക് റിക്കവർ ആവാനുള്ള ചാൻസ് കുറയുകയും ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇപ്പം ഈ സ്റ്റഡീസ് എടുക്കുമ്പോൾ ട്രീറ്റ്മെന്റ് പിന്നെയും ഡിലേ വരും, ലേറ്റ് ആവാണ് ചെയ്യുക, അതൊരിക്കലും നല്ലതല്ല. ഫിസിയോതെറാപ്പി ഒക്കെ നോക്ക്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെയും ബോഡി അതിലേക്ക് സ്പാസം വന്ന് പാരലൈസ് ഒരുപാട് വേഴ്സ് സിറ്റുവേഷനിലേക്ക് ആവുന്നുള്ളു. പക്ഷെ അപ്പോഴും എനിക്ക് ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഒരു ഇതവിടെ സ്റ്റോപ്പ് ചെയ്താൽ ഇതൊരു കൺസിസ്റ്റൻസി പോകും. ആ ഒരു കണ്ടിന്യൂഷൻ പോയാൽ പിന്നെ അത് നമുക്ക് പഠിച്ചെടുക്കാൻ പിന്നെയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ ഹെൽത്ത് തന്നെയാണ് ഓക്കെ, ഇനി നടക്കാൻ പറ്റില്ലെങ്കിലും നടക്കണ്ട, എന്തായാലും നടക്കാൻ പറ്റുന്ന നമുക്ക് 100% അറിയില്ല. ഒരു ചാൻസ് എടുക്കുന്നതിലും നല്ലത് പഠിച്ചാൽ കിട്ടും എന്നുള്ള ഈ സിവിൽ സർവീസിൽ ഒരു 100% കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ 2 ചോയ്സിൽ ഹെൽത്ത് സ്റ്റഡീസ് എന്നുള്ളതിൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ സ്റ്റഡീസ് സെലക്ട് ചെയ്തത്. കാരണം ഹെൽത്തിന്റെ കാര്യം ഇപ്പൊ എന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷെ സ്റ്റഡീസിന്റെ കാര്യം, ഈ പഠനത്തിന്റെ കാര്യം അത് 100% എന്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഹെൽത്തിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സിവിൽ സർവീസിലേക്ക് വന്ന് ഈ പഠിക്കുന്നതിൽ ഞാൻ ഒരു ഇതായിട്ട് എടുത്തത്, എന്റെ ഓപ്ഷൻ ആയിട്ട് എടുത്തത്. more power to you ma'am. Right decision. Thank you. Thank you, more power to you. ഫാത്തിമ സുഹ്റ മാം സംസാരിച്ചു. ഗുഡ് ഈവനിങ് മാഡം. മാഡത്തിന്റെ സ്പീച്ച് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ എനിക്ക് മാഡത്തിനോട് ചോദിക്കാനുള്ളത്, ഞാൻ എന്ന് പറഞ്ഞാല് 70s ജനറേഷനാണ്, അതായത് 70 എബവ് ഏജ്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ കാര്യത്തിൽ അവർ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിക്കാൻ പറ്റി.
പക്ഷെ ഇപ്പൊ ഉള്ള എന്റെ ഗ്രാൻഡ് ചിൽഡ്രന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ അവരൊരു 8th പഠിക്കുമ്പോൾ അവർക്കുള്ള എംബിഷനും ആഗ്രഹവും ഒന്നുമല്ല ഒരു 10th എത്തും. അതിങ്ങനെ വളരെയധികം വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുക. IAS എടുക്കണമെന്ന് ഒരു 6, 7 എന്നൊക്കെ പറയും, പിന്നോട്ട് 8, 9 പൈലറ്റ് ആവണമെന്ന് പറയും. പിന്നെ അത് കഴിയുമ്പോ ഇപ്പൊ ലാസ്റ്റ് പറയുന്നത് എനിക്കൊരു നല്ല ഷെഫ് ആവണം. ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് അതിലൊരു കൺസിസ്റ്റൻസി എത്താന് അവരെ നമ്മൾ എങ്ങനെ ഒന്ന് ഡീൽ ചെയ്യണം എന്നുള്ളത് ഒന്ന് മാഡത്തിന്റെ ഒരു അഡ്വൈസ് ഒന്ന് കിട്ടിയാൽ തരക്കേടില്ല. അവരിപ്പം 8ലും 10ലും പഠിക്കുമ്പോൾ അവർ അതന്നെ പഠിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ അതിലേക്ക് ഈ സിവിൽ സർവീസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻജെക്ട് ചെയ്യേണ്ട. നീ അതാവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. അവർ പഠിക്കുന്ന സമയത്ത് അവരപ്പോ 10th ആണെങ്കിൽ 8th ആണെങ്കിലും അവർ എൻജോയ് ചെയ്ത് പഠിക്കട്ടെ. ഇപ്പൊ ഡിഗ്രി ആണെങ്കിലും അവർ എന്താണോ അവർക്ക് എടുക്കാൻ ആഗ്രഹം അവരങ്ങനെ അത് +2 ആണെങ്കിൽ അവർ അത് എടുത്ത് പഠിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിപ്പം പഠിക്കുന്ന ടൈമാണ് നമ്മുടെ ലൈഫിലേക്ക് വെച്ച് ഏറ്റവും വലിയ ടൈം എന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ 10th ഹയർ സെക്കൻഡറി ഒക്കെ പഠിച്ചപ്പോ കാരണം അതവർ എൻജോയ് ചെയ്ത് തന്നെ പഠിക്കട്ടെ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് സിവിൽ സർവീസ് അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അത് ഷെഫ് ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ 8th അവർ ഒന്നായിരിക്കും, 10th വേറെ ആയിരിക്കും, മാറിക്കൊണ്ടിരിക്കും. എനിക്ക് ആദ്യം വലിയ വലിയ ഓരോ ആഗ്രഹങ്ങളായിരുന്നു. പിന്നെ അത് കുറെ കഴിയുമ്പോൾ മാറി അവർക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ എന്റെ കഴിവ് ഇതാണ്, അല്ലെങ്കിൽ കറക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണെന്ന് അവർ തന്നെ ഒന്ന് തെരഞ്ഞെടുക്കും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വെരിഫൈ ചെയ്താൽ മതി, ഓക്കെ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവർ തന്നെ അത് സെലക്ട് ചെയ്യട്ടെ. ഇപ്പൊ അച്ഛനമ്മ പറഞ്ഞ് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇതാക്കണ്ട. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഇൻപുട്ട് കൊടുക്കണം. ഇപ്പൊ ന്യൂസ് പേപ്പർ റീഡിംഗ് ഒക്കെ അവരെ കൊണ്ട് സ്ഥിരാക്കിപ്പിക്കണം. ഈ 8ലും 10ലും പഠിക്കുന്ന മക്കളുണ്ട്. അപ്പൊ അതിന് തന്നെ അവർക്ക് കുറച്ചുകൂടി ഒരു ഒരു നോളജ് ഉണ്ടാവും. ഓക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിരിക്കും. അത് ഒരു നല്ലൊരു ഒരു ഇതാണ്, ക്യാരക്ടറാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ മക്കളെ കൊണ്ടൊക്കെ നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ ഇപ്പൊ മലയാളം പത്രം ആക്കണ്ട, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസോ അങ്ങനെ ഏതെങ്കിലും ഒന്നും കൂടെ നിങ്ങൾ വായിപ്പിക്കുക. അതുകൊണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടെ കുറച്ച് ബെറ്റർ ആവും. അപ്പൊ നിങ്ങൾ ഇത് കാണുന്ന എല്ലാവരും കൂടി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ റീഡിംഗ് മക്കളെ കൊണ്ട് സ്ഥിരമാക്കിപ്പിക്കുക. മലയാളം ന്യൂസ് പേപ്പർ മാത്രമല്ല, 2 ന്യൂസ് പേപ്പർ, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും പിന്നെ ഒരു മലയാളം കൂടെ, ഇന്ത്യൻ എക്സ്പ്രസ് ഏതെങ്കിലും, അതെന്തായാലും നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യുക. അവർ തന്നെ അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ. അതെനിക്ക് പറയാനുള്ളത്. അതെ മാഡം, അവരുടെ ഇഷ്ടത്തിന് വിടാനാണ് നമുക്ക് താല്പര്യം. പക്ഷെ അവരുടെ ഇഷ്ടം എന്താന്ന് നമുക്ക് ഇങ്ങോട്ട് ആക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള സമയമാകുമ്പോൾ റെഡിയാവും. അതിന് 8th പഠിക്കുമ്പോൾ അവർ 8ൽ നന്നായി എൻജോയ് ചെയ്ത് പഠിക്കട്ടെ. 10th പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ അത് ഡിസൈഡ് ചെയ്യും, ഓക്കെ എന്റെ കഴിവ് ഇതൊക്കെയാണ്, എനിക്ക് ഇതാ പഠിച്ചാൽ എനിക്ക് കുറച്ചും കൂടെ നന്നാവുക. അങ്ങനെ അവർ തന്നെ സെലക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ അത് അവരെ അങ്ങനെ വിടരുത്. ഇനി അത് നോക്കി അവരത് നോക്കിക്കോളും. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി ഇൻപുട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് മോനെ, ഇതൊക്കെ പഠിച്ച് എങ്ങനെയൊക്കെ ആവും എന്നൊക്കെ നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ അവരടുത്ത് പറയുന്നതിന് തെറ്റൊന്നുമില്ല. അവർ സെലക്ട് ചെയ്യട്ടെ ലാസ്റ്റ് അവർക്ക് വേണ്ട എന്താണെന്നുള്ളത്. നിങ്ങൾ ഇതും പറഞ്ഞു കൊടുക്കണം, UPSC കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ലാസ്റ്റ് അവർ തന്നെ സെലക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു മാഡം. പറഞ്ഞ മാഡത്തിന്റെ അനുഭവങ്ങളൊക്കെ ഞാൻ അവർക്ക് പാസ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഇതിൽ കയറാൻ പറ്റിയില്ല, ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട്. താങ്ക് യു മാഡം. ഇനി ഏതാനും സമയം കൂടി മാത്രമേ നമുക്കുള്ളൂ. അപ്പം 2-3 ക്വസ്റ്റ്യൻ കൂടെ അനുവദിക്കുന്നുള്ളൂ. അപ്പം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഷബീബ മാം സംസാരിച്ചു. നമസ്കാരം. വിസിറ്റേഴ്സ് വരുന്ന ഒരു സീനിനെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത്. ക്ലിയർ ആവുന്നില്ല. ആദ്യമായിട്ട് കൺഗ്രാജുലേഷൻ മാം. മാം പറഞ്ഞ പോലെ എനിക്ക് 3 കുട്ടികളാണ്. അപ്പൊ ഞാൻ മാം പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. മാം പറയുന്നുണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് ഉണ്ടായ ഒരു വിസിറ്റേഴ്സിനെ ഡീൽ ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ. പിന്നീട് പറയുമ്പോൾ എപ്പോഴും ഫാമിലിയാണ് ചുറ്റിലുള്ളത്, അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെയാണ് കൂടുതൽ സമയം, പുറത്തു പോകുന്നില്ല എന്നുള്ളത്. അപ്പം എനിക്ക് എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, പോസിറ്റീവായിട്ടുള്ള നമ്മളെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് പീപ്പിളിന്റെ കൂടെ തന്നെ കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റി എന്നുള്ളതും, ഈ ചുറ്റിലുള്ള സിമ്പതി കാണിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് നമുക്ക് തരുന്ന ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റി എന്നുള്ളതും വലിയ ബെനിഫിറ്റ് ആയിട്ടില്ലേ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഒക്കെ വിസിറ്റേഴ്സ് കൂടിയപ്പോ എനിക്ക് തന്നെ
ഒരു മെന്റലി ഞാൻ തന്നെ വല്ലാണ്ട് ഡൗൺ ആയി. അപ്പൊ ഞാൻ വിസിറ്റേഴ്സ് അങ്ങനെ ആരും അച്ഛനോട് അമ്മയോടും പറഞ്ഞു ആരും വേണ്ട, ഈ ഇവര് മൂന്നാൾ അച്ഛൻ, അമ്മ, എന്റെ അനിയത്തി, കുറച്ച് കൊല്ലങ്ങൾ തന്നെ ഞാൻ വേറെ ആരും ഞാനൊന്നും കണ്ടിട്ടില്ല. കാരണം അവര് വന്നാൽ ഞാൻ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത വെച്ചൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ലേ, അതൊക്കെ അവര് ചേഞ്ച് ആക്കും. എനിക്ക് തന്നെ തോന്നും ഓക്കെ ഇനിയിപ്പൊ ഇവരൊക്കെ പറയുന്നില്ല, ഞാനിപ്പോ ജീവിച്ചിട്ട് എന്തിനാ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി എനിക്ക് അപ്പൊ തോന്നി. കാരണം ഇവരൊക്കെ കണ്ടാല് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. എനിക്ക് എന്റെ അമ്മന്റെ അച്ഛന്റെയും കാര്യങ്ങൾ മാത്രം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ എനിക്ക് ഫേസ് കംപ്ലീറ്റ് ഇഞ്ചുറി ആയിരുന്നു. ആകെ എനിക്ക് ഈ ലെഫ്റ്റ് ഐ മാത്രമായിരുന്നു ഉള്ളത്. അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞു ഓക്കെ ബ്ലൈൻഡ് ആയിരിക്കും, ഇനി ഈ കണ്ണ് കാണാൻ പറ്റില്ല, ഇവിടെ മൊത്തം ഇഞ്ചുറി ആയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഫസ്റ്റ് തന്നെ വന്ന് വീട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോ ഞാൻ മിറർ നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്നെ കണ്ണാടി കാണിച്ചു. അപ്പൊ കണ്ടപ്പോ ഞാൻ അതിൽ കണ്ട രൂപമല്ല ഞാൻ. കാരണം എനിക്ക് ആദ്യം അറിയുന്ന ആളല്ല കണ്ണാടിയിൽ ഞാൻ കണ്ടത്. കാരണം മുടിയൊന്നുമില്ല, മൊട്ടയായിട്ട്, ഹെഡ് ഇഞ്ചുറി ഉള്ളതുകൊണ്ട്, പിന്നെ ഫേസ് കംപ്ലീറ്റ് ഇഞ്ചുറി, സ്റ്റിച്ച് മാർക്ക് ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ആ കണ്ണാടി വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി കണ്ണാടി കാണണ്ട. അങ്ങനെ 2 കൊല്ലം ഞാൻ കണ്ണാടി ഒന്നും നോക്കിയിട്ടില്ല, പുറത്തേക്കൊന്നും പോകുന്നില്ല, കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വേറെ വിസിറ്റേഴ്സ് അങ്ങനെയൊക്കെ ആരെങ്കിലും വരുമ്പോ അവര് പറയും അയ്യോ ആദ്യം എന്ത് രസമായിരുന്നു, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയും ആദ്യം കാണാൻ നല്ലതായിരുന്നു, ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇനിയിപ്പൊ എന്താ ചെയ്യാ, ഇനിയൊക്കെ റെഡി ആകുമോ. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുള്ള ഞാൻ എന്ന് പറയുമ്പോൾ കാണാൻ കുഴപ്പമില്ലാതെ നല്ല മുടിക്കായിട്ടുള്ള ഞാനായിരുന്നു. പക്ഷെ ആളെ ഈ സിമ്പതി, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഞാൻ വിചാരിക്കും നടക്കാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. ഇപ്പൊ ഈ ഇങ്ങനത്തെ ഓരോ ബ്യൂട്ടീന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഇവർക്കൊക്കെ ഇന്ന് പൊയ്ക്കോടുന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ കുറച്ചൊരു 2 കൊല്ലം ഞാൻ ആൾക്കാരൊന്നും ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ഞാൻ വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ റെസ്ട്രിക്ട് ചെയ്തു. അപ്പൊ അച്ഛൻ, അമ്മ, അപ്പൊ ഇവരെ മാത്രമേ ഞാൻ ആദ്യത്തെ കുറച്ച് കൊല്ലങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൂ. സൊസൈറ്റിയോടുള്ളൊരു കാര്യം കൂടെയാണ് ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ആളുകൾ നോക്കിക്കാണുന്നത് എന്നുള്ള രീതിയെ മാറ്റുന്നത് എന്നുള്ള മെസ്സേജ് കൂടെ ഞാൻ നൽകുകയാണ്. അവരോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടായി വരേണ്ടത് എന്നുള്ളതാണ്. NHSSന്റെ ചെയർമാൻ ജയനജി സർ സംസാരിക്കുന്നു. ജയനജി സർ. യെസ് സർ, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ചെറിയ നെറ്റ് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ്. ഏതായാലും ആതിരമാമിന്റെ സംസാരം വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. IAS നിർത്തരുത്, ഇനി അതിന്റെ മേലെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നേടണം നമുക്ക്. എന്നിട്ട് നല്ലൊരു മെസ്സേജ് ജീവിതത്തിൽ കൂടെ സമൂഹത്തിൽ കൊടുക്കാൻ കഴിയാന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ തോന്നുന്നത്. നമ്മുടെ പേഴ്സണൽ നേട്ടത്തെക്കാൾ വലിയ ഒരു നേട്ടമായിരിക്കും ഒരു സമൂഹത്തിനെ മൊത്തം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ. അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമില്ല. അത് സാറിന്റെ ജീവിതം കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ്. അതേപോലെ ഞങ്ങൾക്ക് ഈ വേദിയിലേക്ക് നിങ്ങളെ കിട്ടി എന്നുള്ളത് ഞങ്ങളൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും വളരെ നല്ല വാക്കുകൾക്ക് ഹൃദയത്തിൽ നിന്ന് ഉള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ഓക്കെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ നന്ദി. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് ചെറിയ ധാരണ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. നമുക്ക് കൂടെ ഒരുമിച്ച് നീങ്ങാം. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ. Hello, ma'am. Hello, ma'am. Hello, ma'am. I'm happy to see that you look so beautiful. Thank you. That's the first thing I have to say. And words are more beautiful than everything. And your life, the life you led is a real inspiration story to all of us. Thank you. We all are very excited, ma'am. Other things I don't have to say. Everybody shared. I know more time also. There are a lot of people waiting. So very happy to see you, hear from you, and all the best for you. Thank you. It is there in our life now. Okay. Thank you so much. Thank you, Ramla. Rabiha Shakur സംസാരിച്ചു. റബീഹ ഷുക്കൂർ സംസാരിക്കുന്നുണ്ടോ? സൂര്യരാജൻ സംസാരിക്കുന്നു.
സൂര്യരാജൻ ഹലോ. ഹലോ. സംസാരിച്ചോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് മാം. താങ്ക് യു. മാം ഇപ്പം എനിക്ക് ഒരു നമ്മുടെ മൈൻഡിൽ വരുന്നൊരു നെഗറ്റിവിറ്റീനെ ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമോ മാം? നെഗറ്റിവിറ്റി. ഓക്കെ. നമ്മളെങ്ങനെ നെഗറ്റീവ് പറയുന്നത് നമ്മൾ വലുതായിട്ട് അങ്ങോട്ട് അവർ ചെവി കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തിനാ വെറുതെ ഇപ്പൊ നമ്മൾ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കണം എന്ന് നമുക്കൊരു ഇതില്ലല്ലോ. അങ്ങനെയല്ല. ഇപ്പൊ ആരെങ്കിലും പറഞ്ഞ അനുസരിക്കണം. നമുക്ക് വേണ്ടത് മാത്രം ഇപ്പൊ ആരെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കുക, ജസ്റ്റ് ചെവി കൊണ്ട് മാത്രം കേൾക്കുക. പിന്നെ നമ്മളത് അനുസരിക്കണം എന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അല്ല നമുക്ക് ആരും പറയുന്ന അവരെ വായ നമുക്ക് പൊത്തിപ്പിടിക്കാൻ പറ്റൂല. നമ്മൾ ജസ്റ്റ് അവർ ആരെന്ത് പറഞ്ഞാലും ജസ്റ്റ് കേൾക്കുക, ചെവി കൊണ്ട് മാത്രം. ഒരിക്കലും അത് മനസ്സിലേക്ക് എടുക്കരുത്, മനസ്സുകൊണ്ട് നമ്മൾ കേൾക്കരുത്. ഓക്കെ. താങ്ക് യു മാം. മനസ്സിലാക്കി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജുമി മാം ഉണ്ട്. ജുമി മാം സംസാരിച്ചു. ഹലോ മാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. ഞാൻ ഒരു ബിടെക് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഇനി ഞാൻ എൻ്റെ പഠനം പൂർത്തിയായാൽ നിരവധി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ UPSC അല്ല, അതുപോലെ തന്നെ SSC അങ്ങനത്തെ ഒക്കെ. അപ്പം മാമിൻ്റെ അടുത്ത് നിന്ന് ടിപ്പ് ചോദിക്കാനാണ്. എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ വേണ്ട ഒരു മൈൻഡ്, ഒരു മെന്റാലിറ്റി എങ്ങനെ ആയിരിക്കണം? പിന്നെ മാമിന് എങ്ങനെയാണ് പോർഷൻസ് കവർ ചെയ്യാനൊക്കെ കഴിഞ്ഞത്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാവോ? നമുക്ക് ഇതിൽ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കേണ്ടത് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് ആണ്. അത് രണ്ടും നമ്മൾ വ്യത്യാസമുണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡേ ഫുൾ നമ്മൾ ഇരുന്ന് പഠിക്കുന്നതാണ് ഹാർഡ് വർക്ക്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റാത്ത, നമുക്ക് അത്ര പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒഴിവാക്കുക. അതാണ് ജസ്റ്റ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ അതിനായിട്ട് നമ്മളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച് കയറുക. അല്ലാതെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പാക്കി പോകരുത്. ഓക്കെ, ഞാനിത് എയിം ചെയ്തിട്ടുണ്ട്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ജസ്റ്റ് അച്ചീവ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതായത് പകുതിക്ക് വെച്ചിട്ട് നമ്മൾ നിർത്തുകയെ ചെയ്യരുത്. അങ്ങനെ നിർത്തിയാൽ നമുക്ക് തന്നെ പിന്നെ ആലോചിച്ചിട്ട് ഒരു 40+ ആലോചിച്ചിട്ട് നമുക്കൊരു വിഷമമായിരിക്കും. അയ്യോ, എനിക്ക് അന്ന് അത് പഠിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾ ഒന്നിനും കൊടുക്കരുത്. നിനക്ക് ആകെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനില്ല, പിന്നെ ഫാമിലി ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല, വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാനില്ല. ഇപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത് ഈ പഠിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് അത് നല്ല ഭംഗിയായിട്ട് ചെയ്യാം, അത്രയാണ്. പിന്നെ ഇപ്പം വേറെ എക്സാംസ് ഒക്കെ നോക്കുന്നുണ്ട്. UPSC നോക്കണില്ല എന്ന് പറഞ്ഞല്ലേ? UPSC നോക്കാം. അങ്ങനത്തെ ഒരു UPSC പറ്റി ഇപ്പൊ നോക്കാൻ ഒരു പേടി ഉണ്ടാവും. ഓക്കെ, അതിപ്പം എന്താ, ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ശശി തരൂരിനെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞാലേ UPSC പഠിക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെ ഒരു തോട്ട് ഉണ്ടല്ലോ. അങ്ങനത്തെ ഒന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്ര ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലും പോവാം. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8 ഷെഡ്യൂളിൽ 22 ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾ എക്സാം എഴുതാം, ഇന്റർവ്യൂ കൊടുക്കാം. അപ്പൊ അതിലൊന്നാണ് ഈ മലയാളം. അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം, ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാത്തവർക്കും നമുക്ക് UPSC എഴുതാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അത് ഈ ലിസ്റ്റിലേക്ക് UPSC കൂടി ഇത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതാണ് എന്റെ അഭിപ്രായം. നല്ലൊരു എവിടെയെങ്കിലും ഒരു കോച്ചിങ് എടുക്കുക, ഫസ്റ്റ് ഒരു 1 year കോച്ചിങ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് അത് പഠിച്ച് അതും കൂടെ നോക്കുന്നത് സെറ്റ് ആയിരിക്കും എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്നുവെച്ചാൽ അടുത്ത് ഡിഗ്രി വേണം, അതാണ് ക്വാളിഫിക്കേഷൻ. ഇപ്പൊ ഡിഗ്രി BTech ഉണ്ടല്ലോ ഇയാൾക്ക്. അപ്പൊ ഇതിലേക്ക് സിവിൽ സർവീസ് കൂടെ എടുത്തോന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്തെങ്കിലും അറിയാനുണ്ടോ? ഓക്കെ, സംസാരിച്ചു. സാർ, എനിക്കൊരു നിർദ്ദേശം വെക്കാറുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നാളെ ഫാത്തിമ അൻഷ വരുന്നുണ്ട്, ഇന്ന് ആതിര മാമ്. ഇതൊക്കെ വലിയൊരു പ്രചോദനമാണ് സമൂഹത്തിൽ. ഇതുപോലുള്ള അനേകം പേരുണ്ട്. അതായത് ഈ പാതാള കുണ്ടിൽ നിന്ന് മനഃശക്തി കൊണ്ട് സ്വർഗസോപാനങ്ങളിലേക്ക് എത്തിയവർ. ഇവരുടെ ജീവിതത്തിന്റെ
ഒരു ആർട്ടിക്കിൾ വളരെ കാച്ചി കുറുക്കി, പരത്തിയല്ല കാച്ചി കുറുക്കി എടുത്തിട്ട് ഒരു പുസ്തകമായിട്ട് ഇറക്കാൻ ആരെങ്കിലും മുൻകൈ എടുത്ത് ശ്രമിക്കണമെന്നുള്ളതാണ്. അത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കപ്പെടണം, വരും തലമുറയുടെ ഉപകാരത്തിന് വേണ്ടി. പാതിരാമാമിന്റെ സ്പീച്ച് വളരെയധികം ഇഷ്ടപ്പെട്ട് വളരെ അഭിനന്ദനങ്ങൾ ഞാൻ നൽകുകയാണ്. താങ്ക് യു. സർ വളരെ നല്ല നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ ഒരു ശ്രമം നടത്താം. കുറെ ആളുകൾ കൂടെ ഹാൻഡ് റൈസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അവസരം തരാൻ നമുക്ക് എന്നിട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. റസാഖ് സർ സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. അതിരാമിന് സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളുടെ ഈ സായാഹ്നം വളരെ വളരെ നല്ല രീതിയിൽ ആക്കിയതിന് വളരെ ഹൃദയം നിറഞ്ഞ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു സംശയം, മാമ് ഈ പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനഃശക്തി കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയും എന്ന ഒരു മുൻധാരണ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്കറിയുന്നത്. നേരത്തെ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ വന്നതിന് ശേഷമാണോ മനഃശക്തിയെ കുറിച്ച് തിരിച്ചറിയുന്നതും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വന്നതും? അത് നമുക്ക് എന്തൊരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമുക്ക് നമ്മളെ ശക്തി മനസ്സിലാവുക, അത് സോൾവ് ചെയ്യാനുള്ള, അതിന് ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി മനസ്സിലാവുക. അപ്പൊ ഇതിന്റെ മുന്നേ എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഓക്കെ, എനിക്ക് ഇത്ര മനഃശക്തി ഉണ്ട് അങ്ങനെയല്ലേ. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ചലഞ്ചസ് വരുമ്പോൾ നമ്മളത് സോൾവ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് തന്നെ വരും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ വിചാരിക്കും, ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ വിചാരിച്ചാൽ അത് അങ്ങനെ തന്നെ ആയിപ്പോവും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഓക്കെ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ തന്നെ വിചാരിച്ചാൽ പിന്നെ ആർക്കും അതില് ഓക്കെ നീ അങ്ങനെയാണ്, നിനക്ക് അത് ചെയ്യാൻ പറ്റുന്നത് ആരും പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളൊരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ മനസ്സാണ് നമ്മളെ ശക്തി. നമുക്കത് ചെയ്യാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ നമ്മളെന്ന് വിചാരിച്ചാൽ അത്രയേ ഉള്ളൂ നമ്മള്. പിന്നെ നമ്മളെ സഹായിക്കാൻ ഒരു ദൈവം വരുന്നോ, ആരും വരുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ദൈവം നമ്മൾ തന്നെയാണ്. ചന്ദ്രൻ സർ സംസാരിച്ചു. ചന്ദ്രൻ സർ എന്ന ID സംസാരിച്ചു. നിസാം അഹമ്മദ് സർ സംസാരിച്ചു. മാം, ഞാൻ നേരത്തെ ചോദിക്കുന്നു, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള പോലെ ചോദിക്കാം. അപ്പൊ മാം പറഞ്ഞ ബാക്കി ഇതിന് ആൻസർ കൊടുക്കണേ, അതും കൂടെ എന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ ചോദിക്കുന്നു അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള പോലെ. അതുപോലെ മാമിന്റെ ഒന്ന് രണ്ട് പിന്നെ റിപ്ലൈയും കൂടെ പറയാണ് ഞാൻ ചോദിക്കാനാണ്. എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാല്, ഇപ്പൊ പൊതുവെ നമുക്ക് ഈ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ 8ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതലൊക്കെ തന്നെ IAS അക്കാദമികള് സ്കൂളുകളിൽ വന്നിട്ട് അവര് ചെറിയ കോച്ചിങ്ങും കാര്യങ്ങളും അതേപോലെ കോമ്പറ്റീറ്റീവ് എക്സാംസിലേക്കുള്ള ഒരു ഓറിയന്റേഷൻ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ മാം ഇപ്പൊ നേരത്തെ മറുപടി പറഞ്ഞത് ഇപ്പൊ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് അതൊക്കെ കുട്ടികള് അല്ലെങ്കിൽ 8ാം ക്ലാസ് അത് അവർ എൻജോയ് ചെയ്ത് പഠിക്കട്ടെ, എന്നിട്ട് അവർക്കൊരു ഒരു സ്റ്റാൻ ആയിട്ട് അവരുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആയിട്ട് അതിനുശേഷം പിന്നെ ഫ്യൂച്ചേഴ്സിലേക്കോ അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് പോകേണ്ടതെന്ന് അവർ തീരുമാനിച്ചാൽ മതി എന്നാണ്. പക്ഷെ മറ്റുള്ള ഈ ഇതുപോലെ കോച്ചിങ് അക്കാദമികളൊക്കെ പറയുന്നത് ഇപ്പൊ കുറെ നേരത്തെ തന്നെ നമുക്ക് ഇപ്പൊ ഫ്യൂച്ചേഴ്സിന് തുടങ്ങണം, അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് എന്നാണ്. അപ്പൊ മാമിന്റെ അഭിപ്രായത്തില് പിന്നെ അത്ര നേരത്തെ ഈ ഒരു സ്കൂളിന്റെ കൂടെ തന്നെ ഇങ്ങനെ തുടങ്ങണോ, അതോ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് കൂടെ സെറ്റ് ആയതിനു ശേഷം മാത്രം വളരെ ഷോർട്ട് ടൈമിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ ഫ്യൂച്ചേഴ്സ്? എന്താണ് മാമിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇപ്പൊ കുറെ വരുന്നുണ്ട്. ഇപ്പൊ വേറെ എവിടെ നോക്കിയാലും ഇപ്പം PSC പോലെ തന്നെ UPSC ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് ഓക്കെ കുട്ടികളെ നിങ്ങൾ 5th ഇവിടെ കൊണ്ടുവന്ന സിവിൽ സർവീസ് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ പഠിക്കുന്ന സമയത്ത് അവർ പഠിക്കട്ടെ എന്നാണ്. പക്ഷെ എനിക്ക് അവരടുത്ത് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡിങ് അത് സ്ഥിരാക്കുക, വേറെ ഒന്നും വേണ്ട. നമ്മൾ ഡിഗ്രി അവർക്ക് ഇഷ്ടമുള്ളതിനെ എടുത്ത് പഠിക്കട്ടെ. അല്ലാതെ ഇതിപ്പം ഓരോ അക്കാദമി ഇപ്പം ഡിഗ്രി വിത്ത് സിവിൽ സർവീസ് ഉണ്ടല്ലോ, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഈ സിവിൽ സർവീസ് നോക്കുക നല്ലത്. പക്ഷെ അവർ ഡിഗ്രി പഠിക്കുമ്പോൾ അതെന്താന്ന് വെച്ചാൽ പഠിക്കട്ടെ. ഇതൊരു 1 year പ്രിപ്പറേഷൻ്റെ ഒരു അങ്ങനെയല്ല, മൊത്തത്തിൽ പഠിച്ചെടുക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ന്യൂസ് പേപ്പർ റീഡിങ് ഇപ്പോഴേ അവർ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ന്യൂസ് പേപ്പർ റീഡിങ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, കാരണം അവർക്ക് എല്ലാത്തിനും പറ്റി. ഇപ്പൊ നമ്മുടെ വേൾഡിൽ എന്താ നടക്കുന്നത്, അപ്പൊ ഇന്റർനാഷണൽ റിലേഷൻ ഒരു മെയിൻ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യ എന്താണെന്നുള്ളതൊക്കെ അവർക്ക് ചെറുപ്പത്തിലെ മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്കൊരു ഫ്രെയിം വർക്ക് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പം
കറക്റ്റ് ആയിട്ട് ഇപ്പൊ സബ്ജക്ട് ഉണ്ടാവില്ലേ, ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, അങ്ങനെ കുറെ സബ്ജക്ട്സ് ഉണ്ട്. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ചെറുപ്പത്തിൽ അവർ പഠിക്കുന്ന ആ സബ്ജക്റ്റിന്റെ ഒക്കെ കൂടെ ഈ 10th ആണെങ്കിലും 8th ആണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും അതിന്റെ കൂടെ പ്ലസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ ന്യൂസ് പേപ്പർ ആണ്. അത് മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും എൻ്റെ ഒരു അഭിപ്രായത്തിലില്ല. അങ്ങനെ പിന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ ഓരോന്ന് പറയും, അത് അവർക്ക് വേണ്ടി, അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയാണ് അവർ ഓരോന്ന് പറഞ്ഞു വരുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളൊന്നും പഠിക്കണമെന്നില്ല. പിന്നെ NCERT മെയിൻ ആയിട്ട് പഠിക്കാനുള്ള CBSE NCERT ഉണ്ടാവില്ലേ, അതാണ് ഇതിൽ വേറൊരു ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നത്. അത് പിന്നെ അവർ പഠിക്കുന്ന ടൈമിൽ തന്നെ അവർ പഠിക്കട്ടെ, അതാണ് എന്റെ അഭിപ്രായം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് എല്ലാം നൽകിയിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച് മാം. നമ്മുടെ സമയം ഏകദേശം പൂർത്തിയാവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് റിമാർക്സിലോട്ട് പോകല്ലേ സൈനത്ത് സർ? ഓക്കെ. അപ്പോൾ മാമിന് താങ്ക് യു വെരി മച്ച് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന്, നമ്മളോട് സംസാരിച്ചതിന്, ഇന്ററാക്ട് ചെയ്യുന്നതിന്. അപ്പൊ ഇതില് എനിക്കുണ്ടായിട്ടുള്ള ഒരു വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ജീവിക്കുന്ന പ്രതിരൂപമായിട്ടാണ് മാം ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്താണോ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിത വിജയം നേടിയെടുത്ത ഒരാളിൽ നിന്ന് അത് കേൾക്കുമ്പോൾ വലിയ പ്രചോദനമാണ്. അപ്പം ഈ മനഃശക്തി എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നാണ് മാം നമ്മളോട് ഉച്ചേസ്തരം പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയ പ്രചോദനം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് മാം സഹകരിക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അസിസർ സംസാരിക്കരുത്. അവസാനം ഒറ്റ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സർ, സോറി. എന്താണെന്ന് മാമിനെ കുറിച്ച് മറ്റുള്ള നമ്മുടെ രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹ കുട്ടികളെ കുറിച്ച് നമ്മൾ കാണുന്ന വ്യത്യാസം, മാം ഒരു ആക്സിഡന്റ് വിട്ട് പൂർണ്ണമായും ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത കാലത്ത് പഠനത്തിൽ മാത്രം മുഴുകി, ഈ വിഷയത്തിൽ ഫോക്കസ് ഉണ്ടായി, ഒരു ഗോൾ ഉണ്ടായി. ആ ഗോളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസസ് ഒന്നുമില്ലാതെ പഠിക്കാൻ അവസരം കിട്ടി എന്നത് ഞങ്ങളൊക്കെ കുട്ടികളെ വ്യക്തമാക്കുന്നില്ലേ മാമിന്റെ ആ ഒരു ജീവിത സാഹചര്യം എന്നുകൂടി എനിക്ക് ചോദിക്കാറുണ്ട്. കുട്ടികളെ അങ്ങനെ ആക്സിഡന്റ് ആക്കി ഇരുത്തുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ തരത്തിൽ പൂർണ്ണമായും പിന്നെ ഇതിനുവേണ്ടി മാത്രം കൺസിസ്റ്റന്റ് ആയി കമ്മിറ്റ്മെന്റോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നേടാൻ കഴിയും. അതിനുള്ള ഒരു സാഹചര്യം മാമിന് ഉണ്ടായി എന്നതല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാം മറുപടി പറയാൻ വേണ്ടിയല്ല, എനിക്ക് വന്നിട്ടുള്ള ഒരു സെൽഫ് ഈ മെസ്സേജ് ഞാൻ പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ ആണോ? ഹലോ. അല്ല, ഇപ്പൊ പറഞ്ഞല്ല, ഞാനിപ്പോ ഐസൊലേറ്റ് ചെയ്തിരുന്നു, അതേപോലെ കുട്ടികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇതേപോലെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആണോ എന്തൊരു പ്രിപ്പറേഷൻ ആണെങ്കിലും ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ പുറത്തേക്കൊന്നും പോവാതെ ഈ കുട്ടികൾ ഒരിക്കലും അങ്ങനെ ഇരിക്കരുത് കേട്ടോ. ഞാനിപ്പോ അങ്ങനെ ഇരുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഒരു സാഹചര്യങ്ങൾ വെച്ചാണ്. കാരണം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇതിനോട് പറഞ്ഞ് നെഗറ്റീവ് ആക്കും, പിന്നെ സിമ്പതി അങ്ങനത്തെ വരുന്നത്, അതൊക്കെ ഫേസ് ചെയ്യാൻ അപ്പം കുറച്ചുകൂടി ഞാൻ ഡൗൺ ആവും. അതുകൊണ്ടാണ് ഞാൻ ഐസൊലേറ്റ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രിപ്പറേഷൻ നോക്കിയത്. വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോയാൽ അവിടെ നിന്ന് അവർ ഒരുപാട് നെഗറ്റീവ് അടിച്ച് പിന്നെ അന്ന് രാത്രി എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, എന്താണ് ഞാൻ അഡ്ജസ്റ്റ് ആലോചിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റഡീസിന് വേണ്ടി വേറെ ഒന്നും നിങ്ങൾ ഒഴിവാക്കണ്ട. കാരണം നമ്മൾ ഓരോ ഏജിൽ നമുക്ക് കിട്ടേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. അതിപ്പോ നമ്മൾ ഒന്നിനു വേണ്ടി മാറ്റി വെക്കണ്ട. ഇപ്പം ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ അതിന് പോകുക. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അവർക്ക് ഒരു മടുപ്പ് തോന്നും. അപ്പൊ ഒന്നും നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കണ്ട. ഇതിനായിട്ട് ഒരു ഫിക്സഡ് ടൈം, ഇത്ര ടൈം ഞാൻ ഒരു ദിവസം പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പൊ ഫിലിമിന് പോകണമെങ്കിൽ ഫിലിമിന് എപ്പോഴും ഫിലിമിന് പോകുന്നില്ല, ഇടയ്ക്ക് പഠിച്ചു കഴിഞ്ഞ ഒരു ടെൻഷൻ റിലീഫ് അതിന് വേണ്ടി ഫിലിമിന് പോവുക, ഫ്രണ്ട്സിന്റെ കൂടെ പോവുക, അങ്ങനെയൊക്കെ ചെയ്ത് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ പഠിക്കുക, അത്ര തന്നെ. അല്ലാതെ ഫുൾ ടൈം എനിക്ക് ഒന്നിനും ഞാൻ പോകില്ല, 2 കൊല്ലം ഞാൻ പഠിക്കുക മാത്രമേ ഉള്ളൂ, അങ്ങനെയായാലും നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. ഇപ്പൊ എന്റെ കാര്യം, ഞാൻ എടുത്തത് ഇങ്ങനെ പഠിക്കാൻ ഞാൻ തീരുമാനിച്ചത് പുറത്ത് പോയാൽ ഒരു സിമ്പതി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തെരഞ്ഞെടുത്തത്. ഓക്കെ, ഗ്രേറ്റ് ആൻസർ. വളരെ പവർഫുൾ ആയിട്ടുള്ള ആൻസർ ആണ്. താങ്ക് യു മാം. ഖദീജ മാം സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഖദീജ മാം.
ബിന്ദു മാം ക്ലോസിംഗ് റിമാർക്സിന് റെഡി ആവണം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച മാമിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ഗ്രാൻഡ് സണ്ണിനെ ഒപ്പം വെച്ച് വിളിച്ച് അടുത്തിരുത്തിയിരിക്കുകയായിരുന്നു മാമിനോട്. ഇത് തീർച്ചയായിട്ടും നീ കേൾക്കണം, അത്രയും ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഒരുപാട് നന്ദി മാം. എനിക്ക് സംശയങ്ങളൊന്നും ചോദിക്കാനില്ല. ഡ്രീംസ് കാണുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഉള്ള ഒരു മറുപടിയാണ് മാമിന്റെ ഈ ജീവിതം തന്നെ. ഒന്നും ചോദിക്കാനില്ല, അത്രയും അഭിനന്ദനാർഹം തന്നെ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാം. ആതിര മാമിനെ നമുക്ക് കണക്ട് ചെയ്ത് തന്നത് സിബോത്തുള്ള സാറാണ്, ജനശബ്ദത്തിന്റെ എഡിറ്റർ. അദ്ദേഹത്തോടുള്ള ഒരു അഗൈതവുമായിട്ടുള്ള നന്ദി കമ്മിറ്റിയുടെ പേരിൽ നമ്മൾ അർപ്പിക്കുകയാണ്. മോർ പവർ ടു യു സിബോത്തുള്ള സർ. താങ്ക് യു ആതിര മാം. നിങ്ങളുടെ സംസാരം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സംസാരമാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് നിങ്ങൾ തുടർന്നും അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും സൊസൈറ്റിയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് മറ്റൊരു അവസരത്തിൽ അത് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ പോലെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ചേരുമ്പോൾ യാത്രക്ക് ഒരു ശക്തി പകരും എന്നുള്ളതാണ്. താങ്ക് യു മാം. ഇനി ക്ലോസിംഗ് റിമാർക്സിലോട്ട് പോവാണ്. ബിന്ദു മാം പ്ലീസ്. മോർ പവർ ടു യു. Thank you, sir. Proud of you. Hearty congratulations, Adira ma'am, IAS. Okay. കേൾക്കാമോ? കേൾക്കാണ്ട് പറയൂ. കേൾക്കാം സർ. ഓക്കെ. അപ്പോ നമ്മുടെ 666 ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൂടെ മാം എത്തിയിരിക്കുന്നത്. ഇന്ന് ഈ ഒരു സെഷനിൽ നന്ദി പറയാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ആദരണീയയായ ഏറെ ശ്രദ്ധേയായ നമ്മുടെ ഡോക്ടർ ആതിര IASന്റെ സാന്നിധ്യം ഈ ഒരു സാധാരണ സന്ധ്യാസമയത്തെ അസാധാരണമായ ഒരു സന്ധ്യയുടെ ധന്യമുഹൂർത്തമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അവരുടെ സെൽഫായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, പിന്നെ അവരുടെ വാക്കിലെ ഊർജം, ആത്മവിശ്വാസം, ധൈര്യം, അതൊക്കെ അത്രമേൽ നമുക്ക് പ്രചോദനമാണ് നൽകുന്നത്. ദൃഢനിശ്ചയത്തോടെ നിരന്തരമായിട്ട് പരിശ്രമിച്ചാല് ഏത് തളർച്ചയെയും വളർച്ചയുടെ പടവുകളാക്കാൻ നമുക്ക് കഴിയുമെന്ന് അവരുടെ ഒരു റിയൽ ലൈഫിലെ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. അതുപോലെ തന്നെ ഓരോ വീഴ്ചയും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു തുടക്കമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞു, നമുക്ക് സ്വപ്നം എന്ന് പറഞ്ഞത് കാണാനുള്ളതല്ല, നമുക്ക് സ്വപ്നം എന്ന് പറഞ്ഞത് ആ ഒരു ലക്ഷ്യം നമുക്ക് നേടാനുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പല തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ആ ഒരു തിരക്കിനിടയിൽ പോലും നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചിട്ട് അത്രയും പ്രാധാന്യത്തോടെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ട് ഈ ഒരു സെഷൻ പ്രൗഢഗംഭീരമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആതിര IAS മാമിന് NRJ സബിന്റെ ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം മനസ്സ് നിറഞ്ഞ സ്നേഹവും അതേപോലെ ആഴത്തിൽ കടപ്പാടും അഗൈതമായ നന്ദിയും ഏറെ ഇഷ്ടത്തോടെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് അറിയിക്കുകയാണ്. അതേപോലെ ഇവിടെ നിറഞ്ഞ അറിയിച്ച നിങ്ങൾ ഓരോ ഈ പങ്കെടുത്തവർക്കും ഈ ഒരു ഭാഗമായിട്ട് നന്ദി പറയാണ്. ഇത്രയും മനോഹരമാക്കിയത് ഇതിന്റെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ച ഇവിടെ വന്നു ചേർന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാണ്. എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ച് 1000 നന്ദി പറയാണ്. ആരുടെയെങ്കിലുമൊക്കെ പേരെടുത്തു പറയുമ്പം പ്രധാനപ്പെട്ട പലരുടെയും പേര് വിട്ടുപോകും എന്നുള്ളൊരു പേടി കൊണ്ടാണ് പറയാത്തത്. അത്രമേൽ വലുതാണ് എല്ലാവരുടെയും പങ്ക്. എങ്കിലും നമ്മുടെ സിബാഗ് അബ്ദുള്ള സാറിന്റെ പങ്കെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം സ്പെഷ്യൽ താങ്ക് യു. ആതിര മാമിനെ പോലെ ഒരാളെ നമ്മുടെ മുമ്പിൽ എത്തിച്ചതിന് ഒരിക്കൽ കൂടി ആതിര മാമിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. And more power to you, Adira ma'am IAS. More power to you, Grandmaster. More power to you, entire family. പിന്നെ ഒറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നാളത്തെ നമ്മുടെ സെഷന് ഒന്ന് ഉണർത്തുകയാണ്. നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരുടെയും സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാവണമെന്ന് വിശ്വാസത്തോടെ ഈ സെഷൻ ക്ലോസിംഗ് റിമാർക്സ് പറഞ്ഞതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ മെമ്പേഴ്സ്.
Good night. More power to you, More power Adira, to and you. all Thank you, members. Abira ma'am. More power to you, ma'am. Okay, bye-bye. Thank you, More power to you. thank you, So, Adira. see you. Thank you. Okay, thank you. Congratulations, Thank you, Adira. ma'am. Thank you, team. Adira. എല്ലാവരും ഒരു തവണ മോർ പവർ ടു യു എന്ന് പറയാൻ സാധിക്കില്ല. More power to you, Adira. More power to you. More power to you. More power to you. More power to you. More power to you, Adira. Adira and family. More power to you.